Hey all, welcome to yet another video of Sui Mui channel. ഇത് രാത്രി ഓഫീസും കഴിഞ്ഞ് വന്ന് ഞാനും തൃശ്ശയും കൂടെ പാം ട്രീയിലേക്ക് ഓടിപ്പിടിച്ച് പോകും. ഞങ്ങളുടെ ഷോപ്പ് അടയുന്നതിന് മുന്നേ 12 മണിക്ക് അടയ്ക്കും, വേഗം പോകാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. കുറച്ച് കാഷ്യൂ നട്ട്സ് മേടിക്കാനായിട്ട്. കുറേ ദിവസമായി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ മാതിരി സിൽവർ ഫോയിലൊക്കെ വെച്ച് കാജു കട്ട്ലീൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് കാജു മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ഫസ്റ്റ് പാം ട്രീ ക്ലോസ് ആയി പോയി. അവർ കറക്റ്റ് ഷാർപ്പ് 12 ക്ലോസ് ചെയ്തു. പിന്നെ നേരെ ഹസ കിച്ചണിൽ പോയി ഒരു ചായ കുടിച്ചു. എയർപോർട്ടിൻ്റെ അടുത്തുള്ള പാം ട്രീ 24 hours ഓപ്പൺ ആണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. കാരണം സ്ഥിരം എയർപോർട്ടിലായിരുന്നു ഞങ്ങൾ പണ്ട് ചായ കുടിക്കാൻ പോയോണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടേക്ക് വെച്ച് പിടിച്ചു. പിന്നെ സെറ്റ് ഓഫ് കാഷ്യൂ നട്ട്സ് മേടിക്കാൻ വന്ന സ്വാഭാവികമായും വഴി തെറ്റി എനിക്ക് ഇഷ്ടമുള്ള അവിടുത്തെ മസാല കാഷ്യൂ നട്ട്സ് ഉണ്ട്. പിന്നെ ടിം ടാം നോക്കാതെ പോകാൻ പറ്റില്ല പാം ട്രീയിൽ വന്നല്ല. അത് വേറൊരു ലോങ് സ്റ്റോറി ഉണ്ട്, പാം ട്രീ ആൻഡ് ടിം ടാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി എൻ്റെ നോട്ടം ഫുൾ ടൈം ആ മസാല കാഷ്യൂസിലേക്കായിരുന്നു. അവസാനം അതും ഞാനൊരു 250 grams മേടിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ അവിടെ കുറേ ചെറപറ സ്വീറ്റ്സും കാര്യങ്ങളും എല്ലാം നോക്കിയിരുന്നു. ഈ കാജു കട്ട്ലി ഓഫീസിലേക്ക് ഫ്രണ്ട്സ് നീ അടുത്ത തവണ വരുമ്പം കാജു കട്ട്ലി ഉണ്ടാക്കി കൊണ്ടുപോവാ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. പിന്നെ ഇറാനി ചായയും കുടിച്ചു. നേരെ തിരിച്ച് ഫ്ലാറ്റിലെത്തി. കാജു കട്ട്ലി ഉണ്ടാക്കാൻ ഇതിനു വേണ്ടി ഞങ്ങൾ രാത്രി 3:30 വെളിയിൽ പോയി തിരിച്ചു വന്നാണ് ഉണ്ടാക്കുന്നത്. സുജിയുടെ ഡെഡിക്കേഷൻ നിങ്ങൾ കാണാതെ പോയി. അങ്ങനെ പിന്നെ കഥയൊക്കെ പറഞ്ഞ് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. മസാല കാഷ്യൂസ് ഇല്ലാതെ എനിക്ക് പാം ട്രീ ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ടായിരുന്നു. സോ എൻ്റെ മസാല കാഷ്യൂസ് ഞാൻ മേടിച്ച് കഴിച്ചായിരുന്നു. പിന്നെ അവൾ വെള്ളം കുടിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞ് ക്ലാസ്സൊക്കെ എടുത്ത് തന്ന് ഒരു ലോഡ് വെള്ളവും എന്നെ കുടിപ്പിച്ചിട്ടാണ് അവൾ വീണ്ടും ഉറങ്ങാൻ പോവുക എന്ന് പറഞ്ഞ് പോയി. ഞാൻ അവൾ ഉറക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചെങ്കിലും നടന്നില്ല. ആൻഡ് ഓഫീസിലേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ച് എൻ്റെ ക്വാളിറ്റി ടെസ്റ്ററാണ് തൃഷ. ഇവക്ക് കൊടുത്ത് ആർക്കും കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ ഓഫീസിലുള്ള ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. ഓഫീസിൽ ഞാൻ പറയാറുണ്ട്, ഞാൻ ഫ്ലാറ്റിൽ ടെസ്റ്റ് ചെയ്ത് എൻ്റെ പേഴ്സണൽ ടെസ്റ്റ് കൊടുത്ത് പരീക്ഷിച്ചിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പിന്നെ ഇതെന്താകും എങ്ങനെയാകും എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. 2-3 വീഡിയോസൊക്കെ കണ്ടെങ്കിലും അവസാനം ഞാൻ എൻ്റെതായ രീതിക്ക് അങ്ങ് എന്തൊക്കെയോ ആണ് ചെയ്തുണ്ടാക്കിയത്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കി, ജസ്റ്റ് പഞ്ചസാരയും ഏലക്കയും ഇട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി. അതിൽ പൊടിച്ച കാഷ്യൂ നട്ട്സ് ചേർത്തു. പിന്നെ ഒരു 1.5 മിക്സിങ് ആയിരുന്നു. ഞാൻ എളുപ്പമായിരിക്കും വീഡിയോസിലൊക്കെ കാണുന്ന സമയത്ത്. പിന്നെ അത് ചൂടോടെ തന്നെ റോൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ ആക്ച്വലി വീഡിയോസിലെല്ലാം റോൾ ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. പക്ഷേ എനിക്ക് റോൾ ചെയ്തതിനെക്കാട്ടും ആക്ച്വലി ഈസിയറായി തോന്നിയത് ജസ്റ്റ് ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ പത്തിരിയൊക്കെ പ്രസ് ചെയ്യുന്ന മാതിരി പ്രസ് ചെയ്തെടുക്കുന്നതായിരുന്നു. പിന്നെ ഫോയിൽ ഇത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു ഫീലിംഗ് ആയിരുന്നു. നമ്മുടെ സിൽവർ ഫോയിൽ വെക്കുന്നത് ആദ്യത്തെ ഒരു ഷീറ്റ് മാത്രമാണ് എനിക്ക് വൃത്തിക്ക് കിട്ടിയത്. പിന്നെ ബാക്കി എല്ലാം തോന്നിയ പോലെ അതിൻ്റെ ഇഷ്ടത്തിനായിരുന്നു അത് വന്നുകൊണ്ടിരുന്നത്. പിന്നെ എന്തൊക്കെയോ കാട്ടി അങ്ങ് ഒപ്പിച്ചു. ടേസ്റ്റ് വൈസ് ദിസ് വാസ് ഓക്കെ. പക്ഷേ എൻ്റെ കൺസിസ്റ്റൻസി ചെറുതായിട്ടൊന്ന് പാളിയായിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ ഞാനും. ബട്ട് ടേസ്റ്റ് വൈസ് എല്ലാവരും പറഞ്ഞത് ഇറ്റ് വാസ് ഓക്കെ. കൺസിസ്റ്റൻസി കുറച്ച് സ്റ്റിക്കി നേച്ചറായിരുന്നു അത് ബട്ടർ പേപ്പറിലും കുറച്ച് ചെറിയ തോതിൽ ഒട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന് സ്വയം പറഞ്ഞങ്ങ് ആശ്വസിച്ചു.